നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 19 ബുധനാഴ്ചയാണ്. ഇന്നലെ ഹയർ ലെവലിൽ വീണ്ടും ഇന്ത്യൻ വിപണികൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം പൊതുവിൽ ഇപ്പോൾ നല്ല വീക്കായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയും നെഗറ്റീവ് ക്ലോസ് ചെയ്യാനുള്ള കാരണമാവുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യമായി ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ, അതായത് ഇന്ത്യയിലെ വൻകിട കമ്പനികളുടെ കടം, ഡെപ്റ്റിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് ആദ്യം വരുന്നത്. 6 മാസത്തിനുള്ളിൽ കോർപ്പറേറ്റ് അറ്റ കടം 7% വർദ്ധിച്ചു. അതായത് മാർച്ച് 2025 മുതൽ സെപ്റ്റംബർ 2025 വരെയുള്ള ഈ കമ്പനികളുടെ, കോർപ്പറേറ്റ് കമ്പനികളുടെ അറ്റ കടമാണ് 7% വർധനവ് നടത്തി വന്നിരിക്കുന്നത്. ആകെ അറ്റ കടം 3596 കമ്പനികളിലായി 42.16 ലക്ഷം കോടി രൂപയാണ്. ഈ കടത്തിൻ്റെ 77% BSE 500-ലെ 429 കമ്പനികളുടെ കൈവശം മാത്രമാണ്. ഇനി ക്യാഷ് റിസർവ് 2.5% കുറഞ്ഞ് 14.19 ലക്ഷം കോടി രൂപയിലായി. ഏതായാലും വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കടം വർദ്ധിക്കുന്നു എന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. അടുത്തതായി 2 ബമ്പർ ലിസ്റ്റിംഗ് ലഭിച്ച IPOസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഗ്രോ എന്ന കമ്പനി. ഗ്രോയുടെ മാതൃ കമ്പനിയായ ബില്യൺ ബ്രെയിൻസ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ 100 കമ്പനികളിൽ ഒന്നായി പ്രവേശിച്ചു കഴിഞ്ഞു. വിപണി മൂല്യം ഇപ്പോൾ 1.16 ലക്ഷം കോടി രൂപയാണ്. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് എന്നിവയുൾപ്പെടെ 22 ബാങ്കുകളേക്കാൾ ഉയർന്ന മൂല്യമാണ് ഗ്രോവിനുള്ളത്. നവംബർ 12-നാണ് കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം IPO വിലയായ 100-ൽ നിന്ന് ഏകദേശം 90% വർധനവാണ് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ വന്നിരിക്കുന്നത്. മറ്റൊരു IPO ഫിസിക്സ് വാലയായിരുന്നു. ഫിസിക്സ് വാല എന്ന ഓഹരി 109 എന്ന നിലയിലാണ് IPO വരുന്നത്. 33% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അരങ്ങേറ്റ ദിവസം തന്നെ 43% വർധനവ് കമ്പനിക്ക് ലഭിച്ചു. 156.49-ലാണ് ക്ലോസ് ചെയ്യുന്നത്. ഫിസിക്സ് വാല മികച്ച 500 കമ്പനികളിൽ ഇടം നേടിക്കഴിഞ്ഞു. ഏതായാലും ചില IPOകൾക്ക് ലഭിച്ച ബമ്പർ ലിസ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായി 2026 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിലെ GDP വളർച്ചാ കണക്കുകളെ കുറിച്ചാണ്. 2026 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിലെ GDP വളർച്ച 7%-നും 8%-നും ഇടയിൽ ആയിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. SBI റിസർച്ചിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് 2026 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ 7.5% GDP വളർച്ച പ്രതീക്ഷിക്കുന്നു. GST നിരക്ക് കുറച്ചതിന് ശേഷമുള്ള ഉയർന്ന ഉപഭോഗമാണ് ഇതിന് കാരണം. ശക്തമായ നിക്ഷേപ പ്രവർത്തനവും മികച്ച ഗ്രാമീണ വീണ്ടെടുക്കലും ശക്തമായ സേവന ഉൽപ്പാദനവുമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ICRAയുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ GDP വളർച്ച 7% ആയിരിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. ഇനി RBIയുടെ കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ 2026 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ GDP വളർച്ച 7% ആയിരിക്കും എന്നാണ് RBI പ്രതീക്ഷിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലെ മുഴുവൻ വർഷവും 6.8% ആയിരിക്കും എന്നുമാണ് RBI പ്രവചിക്കുന്നത്. ഇത് പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു. ഗോൾഡ് പ്രൈസിലേക്ക്. ഗോൾഡ് പ്രൈസ് 90,000-ന് മുകളിൽ നിൽക്കുമ്പോഴും സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലയിലായപ്പോഴും ഒക്ടോബറിൽ ഇന്ത്യയുടെ സ്വർണ്ണ ആവശ്യം 172% ഉയർന്ന് 165 ടണ്ണിലെത്തി. ഇനി മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ ഇന്ത്യ സ്വർണ്ണ ഇറക്കുമതി $14.72 ബില്യൺ ഡോളറാണ് ചിലവഴിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 200% കൂടുതലാണിത്. ഇനി കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 90,680 രൂപയാണ്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ ഇടിവാണ് സമീപ ദിവസങ്ങളിലായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് US മാർക്കറ്റുകൾ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസവും ഇടിയുകയുണ്ടായി. ഡൗ ജോൺസ് 1.1% ഇടിഞ്ഞു. S&P 500 0.8% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 1.2% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. US വിപണികളെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നും നാളെയും സംഭവിക്കാനിരിക്കുന്നത്. ഒന്ന് എൻവിഡിയയുടെ റിസൾട്ടാണ്. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയായിട്ടുള്ള എൻവിഡിയയുടെ റിസൾട്ട് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് US വിപണി കാണുന്നത്. കൂടാതെ സെപ്റ്റംബർ മാസത്തെ US ജോബ്സ് റിപ്പോർട്ട് നാളെയാണ് പുറത്തു വരിക. ഇനി S&P 500-ഉം നാസ്ഡാക്കും 50-ഡേ മൂവിങ് ആവറേജിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതും നെഗറ്റീവായിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. യൂറോപ്യൻ വിപണികളും ഇന്നലെ ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. 0.29% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു.
പിന്നീട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന കോസ്പി മാർക്കറ്റ് 0.81% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,951 എന്ന നിലയിൽ 40 പോയിൻറ്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് നമുക്ക് സാധ്യതയുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ഇന്നുള്ളത്. $92,000 ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസുകളിലേക്ക്. അടുത്ത ഫെഡറൽ റിസർവ് ചെയർമാനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അഭിമുഖം ചെയ്യാൻ തൻ്റെ ടീം ആരംഭിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. ഇതോടുകൂടി ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ജിൻഡാൽ സ്റ്റെയിൻലെസ് എന്ന കമ്പനിയാണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ് ഇനിയും ഒരുപാട് കമ്പനി വളരുന്നതിനായും ആഗോള സ്റ്റെയിൻലെസ് സ്റ്റീൽ ലീഡർ ആകുന്നതിനുമായി കമ്പനി 5,400 കോടി രൂപ നിക്ഷേപിക്കും. അടുത്തത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനിയാണ്. ഡിസംബർ 1 മുതൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ തങ്ങളുടെ ഐസ്ക്രീം ബിസിനസ് വേർതിരിക്കും. കമ്പനി ഈ പുതിയ ഐസ്ക്രീം ബിസിനസ്സിൻ്റെ ഓഹരികൾ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് നൽകും. റെക്കോർഡ് തീയതി ഡിസംബർ 5 അടുത്തതായി സോഡിയാക് എനർജി എന്ന കമ്പനി. സോഡിയാക് എനർജി ഗുജറാത്തിൽ 3 പുതിയ സൗരോർജ്ജ നിലയങ്ങൾ ആരംഭിച്ചു. അടുത്തതായി ആസാദ് എഞ്ചിനീയറിംഗ്. എയ്റോസ്പേസ് നിർമ്മാണ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാറ്റ് ആൻഡ് വിറ്റ്നി കാനഡയുമായി കമ്പനി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്തതായി മറ്റൊരു കമ്പനി ഇൻഫോസിസ് ആണ്. നവംബർ 20-നും നവംബർ 26-നും ഇടയിൽ ഇൻഫോസിസ് നിക്ഷേപകരിൽ നിന്ന് സ്വന്തം ഓഹരികൾ തിരികെ വാങ്ങും. അതായത് ഷെയർ ബൈബാക്ക് നടത്തും. ഒരു ഓഹരിക്ക് 1,800 എന്ന നിരക്കിൽ 10 കോടി ഓഹരികൾ വരെ അവർ വാങ്ങും. ആകെ 18,000 കോടി രൂപയാണ് ചെലവഴിക്കുക. അടുത്ത GR ഇൻഫ്ര പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. 262.28 കോടി രൂപയുടെ പുതിയ പദ്ധതിക്ക് നവംബർ 15-ന് GR ഇൻഫ്ര പ്രൊജക്ട്സിന് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് ഒരു കരാർ ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ഗോൾഡ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന ഒരു സ്ഥാപനത്തിൻ്റെ വാർത്തയാണ്. കമ്പനിക്ക് 173.25 കോടി രൂപയുടെ പുതിയ ഒരു സർവീസ് ഓർഡർ ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ എന്ന കമ്പനി മാത്രമാണ്. ഇനി FIA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 729 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 6,157 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,910 104 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഡെയിലി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അത്തരത്തിൽ ഈ ഒരു ഹയർ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെ കണ്ടത്. ഒരു റെഡ് ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. ലോവർ ലെവലിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ക്യാൻഡിൽ കൂടിയാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. ഏതായാലും പ്രസൻ്റ്ലി നമുക്കൊരു കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. കൂടാതെ ഇനി അപ്സൈഡിൽ ആ ഒരു ഓൾ ടൈം ഹൈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ അപ്സൈഡ് പോസിബിലിറ്റി കാണാൻ കഴിയുകയുള്ളൂ. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഡൗൺ സൈഡിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടത്. 25,803 നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ആ ഒരു സോണും മൊത്തത്തിൽ നമ്മൾ ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാനുള്ള സാധ്യതകളുമുണ്ട്. ആ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, അപ്സൈഡിൽ 26,000 മുതൽ 26,100 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സോണാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമുള്ളത്, 26,100 ഒക്ടോബർ മാസത്തെ ഹൈ ആയിട്ട് വരുന്നത്. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ പറഞ്ഞ ഒരു സോൺ പരിഗണിക്കുകയാണെങ്കിൽ 25,800 മുതൽ 25,700 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോണാണ്. ഇനി ഇന്നത്തെ ക്യാൻഡിൽ കൂടി നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ അതിന് കൂടുതൽ കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട്. ഇൻഡെക്സ് ഇപ്പോൾ എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിന് മുകളിലായിട്ടാണുള്ളത്. അതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. അതും 25,900 സ്ട്രൈക്കിൽ 91% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 213% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,850 സ്ട്രൈക്കിൽ 18% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ്.
എന്നാൽ കോൾ സൈഡിൽ 12% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,980 സ്ട്രൈക്കിൽ 8% മാത്രം വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 520% വർധനവ് നല്ലൊരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,899-ൽ 63 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അവസാന മണിക്കൂറിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടതാണ് ഇടിവിന് കാരണമായത്. ഇന്നലെയും പുതിയ ഓൾ ടൈം ഹൈ ലെവൽ ടച്ച് ചെയ്ത ബാങ്ക് നിഫ്റ്റി പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെയാണ് തിരിച്ചിറങ്ങിയത്. 59,104 പുതിയ ഓൾ ടൈം ഹൈ. ഡെയിലി ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,100 മുതൽ 59,200 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഹേർഡിലായിട്ട് തന്നെയാണ് കാണുന്നത്. ഡൗൺ സൈഡിൽ 58,600 മുതൽ 58,500 വരെയുള്ള സോണും പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,500-ഉമാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.